ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് രാവിലെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. തലേദിവസം രാത്രിയെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതൊരു കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മൾ കടലക്ക് സമമായിട്ട് വെള്ളം വെച്ചതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഞാൻ വേറൊരു അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. അപ്പോൾ നൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിതിപ്പോൾ ഇവിടെ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഉള്ളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വീണ്ടും വേവിക്കേണ്ടി വരും. അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്താൽ ഇതിൽ തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകാണ്. അപ്പോൾ 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ കറിക്ക്. ലാസ്റ്റ് ആയിട്ടും വേണം പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെയുള്ള ഉപ്പും കൂടെ നോക്കണം, എനിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ 1 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് വട്ടം ചേർക്കുന്നത് പാലാണ്. അപ്പോൾ പശുവിൻ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പശുവിൻ പാലിന് പകരമായിട്ട് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം തേങ്ങാപ്പാലില്ലെങ്കിലും പശുവിൻ പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പം പശുവിൻ പാലാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ നമ്മൾ വീട്ടിലൊക്കെ പശുവിൻ പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അപ്പത്തിനും ദോശക്കും പൊറോട്ട ആയാലും പൂരി ആയാലും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ ഈ സ്റ്റേജിലെടുക്കുക. ഞാൻ ഇത്തിരിയും കൂടെ ഒന്ന് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ചിക്കൻ്റെ കുറുമ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അത് എല്ലാവരും ചെയ്തിട്ട് നല്ല അഭിപ്രായം കിട്ടിയ ഒരു കറിയാണ്. അതേപോലെ തന്നെ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.